പാഠം 379. അതിബുദ്ധി അപകടമാകുമ്പോൾ. ശിശുപാല, ഞാൻ രാവിലെ വരാൻ കുറച്ച് വൈകും. എനിക്ക് താലൂക്ക് ഓഫീസറിൽ നിന്ന് പോണം. കുറച്ചു മുമ്പാണ് തഹസിൽദാർ വിളിച്ചത്, എന്തോ അത്യാവശ്യം ഉണ്ടെന്ന്. അതെ. സ്റ്റേറ്റ് ബാങ്കിലെ കൃഷ്ണകുമാർ സാറിന്റെ പൊസഷൻ സർട്ടിഫിക്കറ്റ് ഇന്ന് കൊടുക്കാമെന്ന് ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു. ഞാൻ വരുമ്പോഴേക്കും അത് എഴുതി വെക്കാൻ കാഞ്ചനോട് പറയണം. ശരി. എന്താണ് വില്ലേജ് ഓഫീസർ നേരത്തെ ആണല്ലോ, എന്തു പറ്റി? എനിക്ക് രാവിലെ താലൂക്ക് ഓഫീസർ ഒന്ന് പോകണം. രാവിലെ തന്നെ കാണേണ്ട ആവശ്യമുണ്ടെന്ന് തഹസിൽദാർ വിളിച്ചു പറഞ്ഞു. സത്യത്തിൽ തഹസിൽദാർക്ക് മോഹനേട്ടന് കല്യാണം കഴിക്കാറുന്നില്ലേ? അങ്ങനെയായിരുന്നെങ്കിൽ രാവിലെ മോഹനേട്ടന് ഫോൺ ചെയ്ത് മോഹനകൃഷ്ണനെ കാണണം എന്ന് പറയേണ്ടി വരില്ലായിരുന്നല്ലോ. നീ ഇത് വലിയ തമാശയായിട്ടാണ് പറഞ്ഞെങ്കിലും എനിക്ക് അതൊരു അഭിമാനമായിട്ടാണ് തോന്നുന്നത്. ഒരു തഹസിൽദാർ എന്തെങ്കിലും ആവശ്യം വരുമ്പോഴൊക്കെ ഒരു വില്ലേജ് ഓഫീസർ വിളിച്ചു വരുത്തണമെങ്കിൽ എന്താണ് അതിനർത്ഥം? അതിന് രണ്ടർത്ഥം വരെയുള്ളൂ. ഒന്നാമത്തേത്, തഹസിൽദാർക്ക് അങ്ങേരുടെ ജോലി ശരിക്കും അറിഞ്ഞുകൂടാ. ഇനി രണ്ടാമത്തേത്, വില്ലേജ് ഓഫീസറെ കാണാതിരിക്കാൻ തഹസിൽദാർക്ക് പറ്റുന്നില്ല. ഇത് രണ്ടുമല്ല. പ്രധാനപ്പെട്ട കാര്യങ്ങളിൽ ഒരു ചർച്ച വേണമെങ്കിൽ അതിന് ഈ വില്ലേജ് ഓഫീസർ വേണമെന്ന് തഹസിൽദാർക്കറിയാം. അല്ലെങ്കിൽ ഉത്തരവാദിത്തമുള്ള ജോലികൾ ഏൽപ്പിക്കാൻ പറ്റുന്ന ഒരേ ഒരാൾ കെ മോഹനകൃഷ്ണനാണെന്ന് തഹസിൽദാർക്ക് ധാരണയുണ്ട്. ഇത് രണ്ടിലേതെങ്കിലും ആണെങ്കിൽ അത് എന്റെ കഴിവിലുള്ള അംഗീകാരമാണ്. മനസ്സിലായോ? മനസ്സിലായി. അതെ, റവന്യൂ വകുപ്പിലെ 10-20,000 ജീവനക്കാരിൽ ആകെ കഴിവുള്ള ഒരേ ഒരാൾ കാന്തല്ലൂർ വില്ലേജ് ഓഫീസർ മോഹനകൃഷ്ണൻ മാത്രമാണ്. പോരെ? പക്ഷേ എന്റെ പ്രശ്നം ഇപ്പോൾ അതല്ല. അടുക്കളയിൽ ഗ്യാസ് തീരാറായി. നാളെയോ മറ്റന്നാളോ ഗ്യാസ് കിട്ടിയിട്ടില്ലെങ്കിൽ പിന്നെ കൃഷ്ണൻകുട്ടിയുടെ ചായക്കടയിൽ കഴിക്കേണ്ടി വരും. അയ്യോ, ഞാൻ കുറച്ചെടുത്തങ്ങ് തിന്നു. എന്റെ മോഹനേട്ടാ, സാധാരണ ഒരു കുറ്റി ഗ്യാസ് 2 മാസത്തേക്കാണ് ഉപയോഗിക്കുന്നത്. ഇത്തവണ ഞാൻ കഷ്ടപ്പെട്ട് ഉപയോഗം കുറച്ചത് കൊണ്ട് കുറച്ച് ദിവസം കൂടെ കൂടുതൽ കിട്ടി. എല്ലായ്പ്പോഴും 15-ാം തീയതി തരുന്ന ഗ്യാസ് ഇതുവരെ തീർന്നിട്ടില്ല. ഇന്ന് തീയതി 25-ആയി. അപ്പോ ശ്രമിച്ചാൽ ഗ്യാസിന്റെ അളവ് കുറയ്ക്കാമെന്ന് നിനക്ക് മനസ്സിലായല്ലോ. എന്തു വേണമെങ്കിലും ഞാൻ സമ്മതിച്ചു തരാം. പക്ഷേ ഫെബ്രുവരി 15-ാം തീയതി ഉപയോഗിച്ചു തുടങ്ങിയ ഒരു കുറ്റി ഗ്യാസ് ഏപ്രിൽ 25 വരെ ഉപയോഗിക്കണമെങ്കിൽ എന്നെ കൊണ്ടേ പറ്റൂ. എന്തോ വലിയ മലമറിച്ച കാര്യം പോലെ കാര്യം പറയുന്നത്. ഏപ്രിൽ 25 വരെ ഗ്യാസ് ഉപയോഗിച്ചു. ഇന്ന് ഏപ്രിൽ 25 ഇന്നല്ലേ ആ ഡേറ്റ്? നാളെ മോഹനേട്ടൻ എന്താ പരിപാടി? നാളെ ഞായറാഴ്ചയല്ലേ, ഒരു പരിപാടിയില്ല. ഉറപ്പാണല്ലോ? ഉറപ്പില്ലാത്ത ഒരു കാര്യവും മോഹനകൃഷ്ണൻ പറയാറില്ല. നാളെ എനിക്ക് ഒരു പരിപാടിയില്ല. എങ്കിൽ നാളെ നമുക്കൊരു സിനിമയ്ക്ക് പോവാം. നാളെ എന്താ പ്രശ്നം? നാളെ എനിക്ക് വേറൊരു പരിപാടിയുണ്ട്. വേറെ ഒരു കാര്യമില്ല എന്ന് മോഹനേട്ടനല്ലേ ഇപ്പൊ അങ്ങ് പറഞ്ഞത്? അത് പിന്നെ ഞാൻ അന്നേരം ഓർത്തില്ല. നാളെ എനിക്ക് കുമാരൻകുട്ടി സ്ഥലം ഇളക്കാൻ പോണം. ഞായറാഴ്ചയോ? ഞായറാഴ്ച സ്ഥലം അളവ് പറ്റി പോവൂ. മോഹനേട്ടാ, നാളെ മോഹനേട്ടന് ഒരു ജോലിയുമില്ലാന്ന് എനിക്കറിയാം. സിനിമയ്ക്ക് പോവാതിരിക്കാൻ വേണ്ടി ഇനിയിപ്പോ കുമാരൻകുട്ടിയുടെ സ്ഥലം അളക്കാൻ പോവേണ്ട കഥയല്ല. മോഹനേട്ടന് നാളെ പനിയാണെന്ന് ഇന്നേ പറഞ്ഞോളെ. പക്ഷേ എനിക്ക് നാളെ സിനിമയ്ക്ക് പോയേ പറ്റൂ. അതല്ല കാര്യം. പിന്നെന്താണ്? ഇപ്പൊ നല്ല സിനിമയൊന്നുമില്ല, ഞാൻ അന്വേഷിച്ചു. ഏതൊക്കെ സിനിമ ഇപ്പൊ കളിക്കുന്നത്? സിനിമയുടെ പേരൊന്നും എനിക്ക് ഓർമ്മയില്ല. പേര് പോലും ഓർമ്മയില്ലാത്ത സിനിമയാണോ കൊള്ളാത്ത സിനിമ എന്ന് മോഹനേട്ടൻ പറഞ്ഞത്? ഒരു സിനിമ നല്ലയാണോ ചീത്തയാണെന്ന് അറിയാൻ അതിന്റെ പേരോർത്ത് വെക്കണമെന്നില്ല. ഇപ്പൊ ഇറങ്ങുന്ന ഒരു സിനിമ നല്ലതല്ല എന്ന് ആർക്കറിഞ്ഞൂടാതെ? മോഹനേട്ടാ, ഇത്തരം വേഷം കെട്ടലുകൾ മോഹനേട്ടന്റെ കയ്യിൽ വെച്ചാ മതി.
ഒരു സിനിമ കാണാൻ നമ്മൾ രണ്ടുപേരും കൂടെ പോയാൽ പരമാവധി ചെലവാകുന്നത് 200 രൂപയാണ്. ആ 200 രൂപ മുടക്കാൻ മടിച്ചിട്ട് ഇപ്പോൾ മോഹനേട്ടൻ പറയുന്ന ഈ അടവൊന്നും ഇവിടെ ചെലവാകില്ല. നിനക്കൊരു ധാരണയുണ്ട്, നീ വലിയ എന്തോ ആളാണെന്നും എന്നെക്കാൾ ബുദ്ധിയുണ്ട് എന്നൊക്കെ. അത് നിന്റെ അറിവില്ലായ്മ കൊണ്ട് പറയുന്നതാ. നീ പറയുന്നതൊക്കെ ശരിയാണെന്ന് പലപ്പോഴും ഞാൻ സമ്മതിച്ചു തരുന്നത് നീ പറയുന്നത് ശരിയായതുകൊണ്ടൊന്നുമല്ല, നിനക്കൊരു സന്തോഷമായിക്കോട്ടെ കരുതിട്ട. സത്യത്തിൽ നീ ഒരു പമ്പര വിട്ടിയ. ഒരു തർക്കത്തെ തോക്കുമ്പോൾ ബഹളമുണ്ടാക്കി രക്ഷപ്പെടുന്ന ഈ അടവും ഇന്ന് ചെലവാവില്ല. മോഹനേട്ടൻ എന്നെ കണ്ടുപിടിക്കേ. ഇത്രയും വലിയ വേഷം കിട്ട മോഹനേട്ടൻ കാണിച്ചിട്ടും ഞാൻ ദേഷ്യപ്പെട്ടോ? ദേഷ്യപ്പെട്ടില്ലേ? എപ്പോ? ഇപ്പൊ ദേഷ്യപ്പെടാനില്ല, പക്ഷെ എപ്പോഴും ദേഷ്യപ്പെടുന്നത് നീയാ. ഞാൻ പിന്നല്ലാതെ ഞാൻ ദേഷ്യപ്പെടാറേ ഇല്ല. ചിലപ്പോ കളിയാക്കി എന്തെങ്കിലും പറയും, അത്രേ ഉള്ളൂ. ശരി, ഇന്ന് 1 മണിക്കൂറിനകം നീ ദേഷ്യപ്പെട്ടാൽ? ഒരിക്കലും ദേഷ്യപ്പെടില്ല. ദേഷ്യപ്പെട്ടാലോ? ഞാൻ ദേഷ്യപ്പെടില്ല മോഹനേട്ടാ. ഇന്ന് 1 മണിക്കൂറിനകം നീ ദേഷ്യപ്പെട്ടാൽ നാളെ സിനിമയ്ക്ക് പോകണ്ട എന്ന് നീ സമ്മതിക്കണം. ശരി, മോഹനേട്ടൻ്റെ ഒരു ആഗ്രഹമല്ലേ? അടുത്ത 25-ാം തീയതി വൈകുന്നേരം 5 മണിക്ക് മുന്നേ ഞാൻ ദേഷ്യപ്പെടില്ല. അങ്ങനെ ദേഷ്യപ്പെടാതിരുന്നാൽ എനിക്കെന്ത് തരും? അടുത്ത 25-ാം തീയതി വൈകിട്ട് 5 മണി വരെ നീ ദേഷ്യപ്പെടാതിരിക്കുമെങ്കിൽ നീ ചോദിക്കുന്നത് എന്തും തരും. ഒരു സാരി, 5 സാരി വാങ്ങി തരും. 5? സത്യം? സത്യം. ഭാമ മറന്നുപോയതായിരിക്കോ, അതോ മറന്നുപോയതായിട്ട് അഭിനയിക്കുകയാണ്? ഒന്നും മിണ്ടാതെ എങ്ങനെയെങ്കിലും വൈകുന്നേരം 5 മണിയാക്കുക എന്നുള്ളതായിരിക്കും ലക്ഷ്യം. അപ്പൊ അതാണ് പരിപാടി. ഇന്ന് രാത്രിക്കകം ഭാമ ദേഷ്യപ്പെട്ടില്ലെങ്കിൽ ദൈവമേ, അത് ഓർക്കാൻ കൂടി വയ്യ. ഭാമേ, ഇന്നോ നാളെയോ ഗ്യാസ് കിട്ടിയില്ലെങ്കിൽ പ്രശ്നമാണെന്നാണല്ലോ നീ പറഞ്ഞത്. ഏയ്, പ്രശ്നമൊന്നുമില്ല. ഗ്യാസ് തീർന്നാൽ അടുപ്പ് കത്തില്ല. അടുപ്പ് കത്തിയില്ലെങ്കിൽ ഒന്നും ഉണ്ടാക്കാൻ പറ്റില്ലല്ലോ, അത്ര ഉള്ള കാര്യം. പക്ഷേ ഇന്നോ നാളെയോ ഗ്യാസ് കിട്ടും തോന്നില്ല. അതെന്താണ്? ഗ്യാസ് വേണമെങ്കിൽ നേരത്തെ ബുക്ക് ചെയ്യണമായിരുന്നല്ലോ. ഞാൻ ബുക്ക് ചെയ്തിട്ടില്ല. മോഹനേട്ടനല്ലേ കഴിഞ്ഞ ആഴ്ച പറഞ്ഞത് ഗ്യാസ് ബുക്ക് ചെയ്തെന്ന്? അത് ഞാൻ വെറുതെ പറഞ്ഞതാ. ഗ്യാസ് ബുക്ക് ചെയ്യാൻ ഞാൻ മറന്നുപോയി. എങ്കിൽ പിന്നെ ഇന്നോ നാളെയോ ഗ്യാസ് പ്രതീക്ഷിക്കണ്ട. വേണ്ട, ഗ്യാസ് ഇല്ലാതെ വന്നാൽ എങ്ങനെ ഭക്ഷണം ഉണ്ടാക്കും? അത് ഞാൻ നേരത്തെ പറഞ്ഞല്ലോ. ഗ്യാസ് തീർന്നു പോയിട്ടുണ്ടെങ്കിൽ അടുപ്പ് കത്തില്ല. അടുപ്പ് കത്താതെ ഭക്ഷണം ഉണ്ടാക്കാനുള്ള മന്ത്രവാദമൊന്നും എനിക്ക് അറിഞ്ഞൂടാ. അതുകൊണ്ട് മറ്റന്നാൾ മുതൽ മോഹനേട്ടൻ കൃഷ്ണൻകുട്ടിയുടെ കടയിൽ നിന്ന് കഴിക്കേണ്ടി വരും. ഞാൻ കൃഷ്ണൻകുട്ടിയുടെ ചായക്കടയിൽ നിന്ന് കഴിക്കും. ചിലപ്പോ ഒന്നും കഴിക്കാതെ വിശന്നിരുന്നു വരും. അതൊന്നും എനിക്ക് പ്രശ്നമല്ല. പക്ഷേ നീ എന്ത് ചെയ്യും? ഞാൻ ഗ്യാസ് ബുക്ക് ചെയ്യാത്തത് കൊണ്ട് നീ പട്ടിണി കിടക്കില്ലേ? സത്യം പറയാല്ലേ ഭാമേ, ഗ്യാസ് ബുക്ക് ചെയ്യാൻ ഞാൻ മറന്നുപോയൊന്നുമല്ല. നിന്നെ ഒരു പാഠം പഠിപ്പിക്കാൻ ഞാൻ കണ്ടുപിടിച്ച വഴിയാ. ഈയിടെയായിട്ട് നിനക്ക് അഹങ്കാരം കുറച്ച് കൂടുതലാ. പക്ഷെ ഗ്യാസ് കിട്ടാതെ വരുമ്പോ അടുക്കളയിൽ ഒന്നും ഉണ്ടാക്കാൻ കഴിയാതെ നീ പട്ടിണി കിടക്കും. അപ്പൊ നിന്റെ അഹങ്കാരം കുറയും. അതിനുവേണ്ടി മനഃപൂർവ്വം ഞാൻ ഗ്യാസ് ബുക്ക് ചെയ്തില്ല. അങ്ങനെ മോഹനേട്ടൻ മനഃപൂർവ്വം ചെയ്താണെങ്കിൽ അതിൽ മോഹനേട്ടനോട് എനിക്ക് തീർത്താൽ തീരാത്ത നന്ദിയുണ്ട്. ഇന്നും രാവിലെ എഴുന്നേറ്റ് അടുക്കളയിൽ കയറി ചായയും കാപ്പിയും രാവിലെ കഴിക്കാനുള്ളതും ഉച്ചക്കത്തേക്ക് കഴിക്കാനുള്ളതും എല്ലാം ഉണ്ടാക്കി 10:30 ഓഫീസിലെത്താൻ ഞാൻ പെടുന്ന പാട് എനിക്കറിയൂ. ഇനിയിപ്പോ ആ പാടില്ലല്ലോ. ചായ വേണ്ട, കാപ്പി വേണ്ട, പച്ചക്കറി അരിയണ്ട, മീൻ വെട്ടണ്ട, ചോറ് വെക്കണ്ട, കറി വെക്കണ്ട. ഇതൊന്നും ഉണ്ടാക്കുകയും കഴിക്കുകയും ചെയ്യാത്തത് കൊണ്ട് പാത്രവും കഴുകണ്ട, അടുക്കളയും വൃത്തിയാക്കണ്ട. ചുരുക്കത്തിൽ ഒരു ദിവസം രാവിലെ
ഒരു 3 മണിക്കൂർ എനിക്ക് ലാഭം. ഇനി മുതൽ രാവിലെ 8 മണിക്ക് എനിക്ക് എഴുന്നേറ്റ് മതിയല്ലോ. പക്ഷെ വിശകലനം എന്ത് ചെയ്യും? അത് കൂടുതൽ സന്തോഷല്ലേ. കോടതിക്കടുത്ത് നല്ല ഒന്നാമതൊരു ഹോട്ടലുണ്ട്. രാവിലെ ഉച്ചയ്ക്കും അവിടുന്ന് ഭക്ഷണം. അത്താഴത്തിനോടത് വാങ്ങി പൊതിഞ്ഞ് ഇങ്ങ് കൊണ്ടുവരികയും ചെയ്യാം. പെണ്ണുങ്ങള് സ്ഥിരമായിട്ട് ഹോട്ടലിൽ നിന്ന് ഭക്ഷണം കഴിക്കേ? ഹോട്ടലുകാർക്ക് അങ്ങനെ ആൺ പെണ്ണ് വ്യത്യാസമൊന്നുമില്ല. കയ്യിൽ കാശുള്ള ആർക്കും ഒരു ഭക്ഷണം കൊടുക്കും. ഒന്നാലോചിച്ചാൽ സംഗതി രസാണ്. എന്ന് ഉച്ചയ്ക്ക് ഊണ് തന്നെ കഴിച്ചാൽ മടുത്തു. ഹോട്ടലിലാവുമ്പോ തിങ്കളാഴ്ച ചോറ്, ചൊവ്വാഴ്ച ബിരിയാണി, ബുധനാഴ്ച ഫ്രൈഡ് റൈസ്, വ്യാഴാഴ്ച ന്യൂഡിൽസ്, വെള്ളിയാഴ്ച പൊറോട്ട, ശനിയാഴ്ച ചപ്പാത്തി. സംഗതി ഓരോ ദിവസവും വ്യത്യസ്തമാക്കാം. ഒരു മാറ്റം ആരാ ഇഷ്ടപ്പെടാത്തത്? താങ്ക് യു മോഹനേട്ടാ. അപ്പൊ അങ്ങനെ അവള് വഴക്കുണ്ടാക്കില്ല. 1 2 3 4 5 സാരിയുടെ കാശ്. ഈശ്വര, ശരി മോനേട്ടാ. സാറേ, ഇതിപ്പോ അത്ര വലിയ പ്രശ്നമാണോ? ആള് വക്കീലല്ലേ, ഒന്ന് ദേഷ്യപ്പെടാൻ 3 മിനിറ്റ് പോരെ. ആ പ്രതീക്ഷയിലാണ് ഞാൻ പന്തയം വെച്ചത്. ആ, പക്ഷേ ഇത്രയും ദിവസമായിട്ട് അവള് ദേഷ്യപ്പെട്ടിട്ടില്ല. ഇന്ന് 25-ാം തീയതിയാണ്. വൈകുന്നേരം 5 മണിക്ക് മുമ്പ് അവള് ദേഷ്യപ്പെട്ടില്ലെങ്കിൽ 5 സാരി ഞാൻ വാങ്ങി കൊടുക്കേണ്ടി വരും. സാർ ഒന്ന് മനസ്സ് വെച്ചിരുന്നെങ്കിൽ പണ്ടേ പന്തയം ജയിക്കുമായിരുന്നു. ഞാൻ മനസ്സ് വെക്കഞ്ഞിട്ടാണോ? പന്തയം വെച്ച അന്ന് തന്നെ എന്നെ കൊണ്ടാകും പോലെ ഞാനൊന്ന് പ്രകോപിപ്പിച്ച് നോക്കിയതാ. പക്ഷെ അവള് വഴങ്ങിയില്ല. പിറ്റേ ദിവസം ആയപ്പോഴേക്ക് ഞാനങ്ങ് മറന്നുപോയി. ഇന്ന് ഗ്യാസിന്റെ കാര്യം പറഞ്ഞപ്പോഴാണ് ഇന്ന് 25-ാം തീയതി ആണല്ലോ എന്ന് ഞാൻ ഓർത്തത്. ഇതിലിപ്പോ ഞാൻ എന്തോന്ന് ചെയ്യാൻ സാറേ? എന്തെങ്കിലും ചെയ്തേ പറ്റൂ. 5 സാരി എന്ന് പറഞ്ഞാൽ രൂപ എത്രയാ? പക്ഷെ വക്കീല് രണ്ടും കൽപ്പിച്ചിരിക്കുകയാണെന്നുണ്ടെങ്കിൽ പിന്നെ ഞാനല്ല ദൈവം തമ്മിലെ വിചാരിച്ചാലും ഒന്നും നടക്കൂല. പ്രകാശന്റെ വരുമാന സർട്ടിഫിക്കറ്റ് വേണമെങ്കിൽ ഉത്തമൻ ഈ കാര്യത്തിൽ സഹായിച്ചേ പറ്റൂ. അത് കൊള്ളാം. നിങ്ങൾ ഭാര്യയും ഭർത്താവും തമ്മിൽ പന്തയം വെച്ചതിന് പാവം പ്രകാശൻ എന്തോന്ന് വിളിച്ച്? ഉത്തമൻ എന്നെ സഹായിക്കാൻ പറ്റൂല്ലേ? അതിപ്പോ നേരായ വഴിയൊക്കെ സാറ് പ്രയോഗിച്ച സ്ഥിതിക്ക് ഇനിയിപ്പോ വളഞ്ഞ വഴിയേ പറ്റൂ. എന്തു വഴി? ആരെങ്കിലും കൊണ്ട് സാറിനെ പറ്റി അപവാദം പറയിക്കണം. അപവാദം എന്ന് പറഞ്ഞ വക്കീലിന്റെ ഹൃദയം തകർന്ന് തരിപ്പണമാവുന്ന അപവാദം. ഇക്കാര്യത്തില് ഇത്തരം സാഹചര്യത്തില് പെണ്ണ് കേസാണ് ബെസ്റ്റ്. എന്തെന്നയ്യേ? കാര്യം നടക്കണമെന്നുണ്ടെങ്കിൽ ഇതൊക്കെ ഉള്ളു വഴി. ഏതെങ്കിലും പെണ്ണുമായി സാറിന് വഴിവിട്ട ബന്ധമുണ്ടെന്ന് തെളിവ് സഹിതം സ്ഥാപിക്കണം. തെളിവില്ലല്ലോ. തെളിവുണ്ടാക്കണം. കുറച്ച് റിസ്ക് ഉള്ള ഏർപ്പാടാണ്. എന്നാലും സാറിനൊരു ആവശ്യം വന്നപ്പോ ഞാൻ സഹായിച്ചില്ല എന്ന് വേണ്ടല്ലോ. അതിനു മുമ്പ് സാർ എനിക്ക് കുറച്ച് വിവരങ്ങൾ പറഞ്ഞു തരണം. എന്ത് വിവരം? കഴിഞ്ഞ ഒരാഴ്ചയായി സാർ എത്ര മണിക്കാണ് വീട്ടിൽ നിന്ന് ഇറങ്ങുന്നത്, എത്ര മണിക്കാണ് വീട്ടിൽ തിരിച്ചെത്തുന്നത്, ആരൊക്കെയാണ് സാറിനെ ഫോൺ വിളിച്ചത് തുടങ്ങിയ വിവരങ്ങളൊക്കെ. അതെന്തിന്? അപ്പൊ തിന്ന പോരെ സാറേ, കുഴിയിടുന്ന എന്തിനാ? ഈ കാര്യം ഞാൻ ഏറ്റു സാറേ. വക്കീലേ, എല്ലാം പറഞ്ഞ പോലെ. നമസ്കാരം വക്കീലേ. മോഹനേഷ് സാർ ഇവിടെ ഇല്ലേ? ഇല്ല, മോഹനേട്ടൻ ഇറങ്ങിയല്ലോ. ഇത്ര നേരത്തെയോ? സാധാരണ സാറ് 9:38 ഇവിടെ നിന്ന് ഇറങ്ങുന്നേ. ഇതിപ്പോ ഏതാണ്ട് 9:30 ആവുന്നേല്ലേ ഉള്ളൂ. മോഹനേട്ടന് തഹസിൽദാരെ കണ്ടിട്ട് എന്തോ ആവശ്യമുണ്ടെന്നാണ് പറഞ്ഞത്. രാവിലെ തഹസിൽദാരെ വിളിച്ചിരുന്നു. അയ്യോ, മോഹനേഷ് സാറിനെ കാണേണ്ട ഒരു അത്യാവശ്യം ഉണ്ടായിരുന്നു കേട്ടോ. ഇനിയിപ്പോ സാറിനെ ആഫീസിൽ പോയി കാണേണ്ടി വരും. ഏയ്, ഇപ്പഴേ ആഫീസിലേക്ക് പോയിട്ട് കാര്യമില്ല ഉത്തമ. മോഹനേട്ടൻ താലൂക്ക് ഓഫീസിൽ പോയിട്ട് വില്ലേജ് ഓഫീസിലേക്ക് എത്തുമ്പോ കുറഞ്ഞത് 11 മണിയെങ്കിലാവും. അതൊക്കെ വെറുതെ വക്കീലിന്റെ കണക്കൂട്ടലുകളല്ലേ. എന്റെ കണക്കൂട്ടലിൽ സാർ ഇപ്പോഴേ ആഫീസിലെത്തി കാണും. ഇല്ലെന്നേ,
മോഹനയുടെ താലൂക്ക് ഓഫീസിലേക്കാണ് പോയിരിക്കുന്നത്. വില്ലേജ് ഓഫീസിലേക്ക് ആയിരുന്നെങ്കിൽ ഇത്ര നേരത്തെ ഇറങ്ങേണ്ട കാര്യമുണ്ടോ? അതൊക്കെ ഉണ്ട്. അപ്പൊ ശരി വക്കീലേ, ഞാനേ മോഹനേഷ് സാറിനെ പിന്നെ വന്നും കണ്ടോളാം. അങ്ങനെ അങ്ങ് പോവാൻ വരട്ടെ ഉത്തമ. എന്താ ഉത്തമൻ ഇപ്പൊ പറഞ്ഞതിന്റെ അർത്ഥം എന്താന്ന് എനിക്ക് പിടികിട്ടിയില്ല. എന്റെ ഏത് കണക്കൂട്ടൽ തെറ്റി കാര്യമാണ് ഉത്തമൻ പറഞ്ഞത്? ഒന്നുമില്ല, ഞാൻ പിന്നെ ഇങ്ങനെ വെറുതെ പറഞ്ഞു. അതല്ല ഉത്തമ, സത്യം പറ, എന്താ കാര്യം? ഒന്നുമില്ല വക്കീലേ. ഉത്തമ, ഉത്തമൻ പറയാൻ വന്നത് എന്താണെന്ന് പറഞ്ഞേ പറ്റൂ. ഇല്ലെങ്കിൽ ബഷീറിന്റെ കേസിന്റെ ആവശ്യത്തിന് വേറെ വക്കീലിനെ അന്വേഷിക്കണം. അയ്യോ അങ്ങനെ പറയല്ലേ വക്കീലേ. പിന്നെ ബഷീറിന്റെ കേസും ഇതും തമ്മിൽ വെറുതെ കൂട്ടിക്കുഴയ്ക്കുന്ന എന്തിനാ? കൂട്ടിക്കുഴയ്ക്കും ഉത്തമ. ഉത്തമന് മോഹനേട്ടനെ പറ്റി എന്നോടൊന്ന് പറയാനുണ്ട്. താലൂക്ക് ഓഫീസിൽ പോവുകയാണ് എന്ന് പറഞ്ഞിട്ട് മോഹനേട്ടൻ പോയിരിക്കുന്ന വില്ലേജ് ഓഫീസിലേക്കാണ് എന്നാണല്ലോ ഉത്തമൻ പറഞ്ഞതിന്റെ ധ്വനി. അതെന്താണ് സംഭവം? അല്ല വക്കീലെ, ഞാനത് എങ്ങനെ വക്കീലിന്റെ അടുത്ത് പറയണത്? പറഞ്ഞേ പറ്റൂ ഉത്തമ. വക്കീലെ പ്ലീസ്, അതെന്നെ കൊണ്ട് പറയാൻ പറ്റൂല. ഉത്തമ, എന്തായാലും ഉത്തമനത് പറഞ്ഞേ പറ്റൂ. അല്ല വക്കീല് അങ്ങനെ നിർബന്ധിക്കണമെങ്കിൽ പറയാതെ പിന്നെ ഞാൻ എന്തോ ചെയ്യും? എന്നാ പറ. ഞാൻ പറയാം, പക്ഷെ ഇത് ഇവിടെ വന്ന് പറഞ്ഞത് ഞാനാണെന്ന് ഒരിക്കലും സാർ അറിയരുത്. ഇല്ല, ഇങ്ങനെ പറ. കുറച്ച് ദിവസം മുമ്പ് നമ്മുടെ ബേക്കറിയിലെ പുഷ്കരനെ രാവിലെ ഒരു 9-9:30 മണിയായപ്പം വില്ലേജ് ഓഫീസിൽ ചെന്ന്. അപ്പോ എന്താ ഈ മോഹനയുടെ സാറ് സ്വയംപ്രഭ സാറും അവിടെ ഇരുന്ന് സംസാരിക്കായിരുന്നു. അതിനെന്താ കുഴപ്പം? അല്ല, സംസാരിക്കാന്ന് പറയുമ്പോ സാധാരണ രീതിയിലുള്ള സംസാരം അല്ലായിരുന്നു. ഒരുമാതിരി ഭയങ്കര കുഞ്ചിക്കുഴഞ്ഞുള്ള സംസാര രീതി. മോഹനേട്ടൻ അതേന്ന് വക്കീൽ ഇപ്പൊ പറഞ്ഞതുപോലെ തന്നെ പുഷ്കരനും കരുതി മോഹനേഷ് സാറല്ലേ, കുഴപ്പമൊന്നും ഉണ്ടാവൂലെന്ന്. പക്ഷേ അന്ന് വൈകിട്ട് താലൂക്ക് ഓഫീസിന്റെ താഴെയുള്ള ബേക്കറിയിൽ എന്തോ സാധനം വാങ്ങാൻ വേണ്ടി പുഷ്കര ചെന്നപ്പോ മോഹനേഷ് സാറും സ്വയംപ്രഭ സാറും അവിടെ ഇരുന്ന് ഇങ്ങനെ പരസ്പരം നോക്കി ഐസ്ക്രീം കഴിക്കുന്നു. വേണ്ട, വക്കീൽ വിശ്വസിക്കില്ലെന്ന് എനിക്കറിയാം, ആരും വിശ്വസിക്കൂല. പക്ഷേ ഇത് പരമസത്യമാണ്. കൃഷ്ണൻകുട്ടി ഈ വിവരങ്ങൾ എന്നോട് പറഞ്ഞപ്പോ ഞാൻ അവനെ അങ്ങോട്ട് ചീത്ത വിളിച്ചു. പക്ഷേ കഴിഞ്ഞ ദിവസം കഴിഞ്ഞ ബുധനാഴ്ച ദിവസം മോഹനേഷ് സാർ എപ്പോഴാണ് വീട്ടിൽ വന്നത്? 9:30 രാത്രി 9:30 വരെ എവിടെയായിരുന്നു എന്ന് വക്കീൽ ചോദിച്ചില്ലേ? ചോദിച്ചു. തഹസിൽദാരുടെ വീട്ടിലൊരു യോഗം ഉണ്ടായിരുന്നു, അതിന് പോയതാന്നാ പറഞ്ഞത്. വക്കീൽ അതങ്ങ് വിശ്വസിച്ചു. വിശ്വസിക്കാതെ പിന്നെ? എന്റെ വക്കീലെ, യോഗ ഉണ്ടെങ്കിൽ തന്നെ അത് താലൂക്ക് ഓഫീസിൽ നടക്കുന്നത് തഹസിൽദാരുടെ വീട്ടിലാണോ? ആണോ? അന്ന് ഞാൻ ഗവൺമെന്റ് ആശുപത്രി കിടന്ന അമ്മാവന അത്താഴവും കൊണ്ടു കൊടുത്തിട്ട് തിരിച്ചിങ്ങോട്ട് വരുന്ന വഴി സുരഭി തിയേറ്ററിന്റെ മുമ്പിൽ വെച്ചൊരു കാഴ്ച കണ്ടു. എന്ത് കാഴ്ച? ഞാനത് എങ്ങനെ പറയണേത്? ഉത്തമ, കാര്യം പറ. മോഹനയുടെ സാറും സ്വയംപ്രഭ സാറും കൂടെ തിയേറ്ററിനകത്തുനിന്ന് ഇറങ്ങി വന്ന് ഓട്ടോറിക്ഷ കയറുന്നു. ആ കാഴ്ച കണ്ടപ്പോഴാ പുഷ്കരൻ പറഞ്ഞത് സത്യമാണെന്ന് എനിക്ക് മനസ്സിലായത്. വക്കീല് ഞാനും അറിയാത്ത എന്തൊക്കെയോ ചുറ്റിക്കളികൾ നടക്കുന്നുണ്ട്. വക്കീലൊന്ന് സൂക്ഷിക്കുന്നതാണ് നല്ലത്. എനിക്കിപ്പം വക്കീലും സാറും ഒക്കെ ഒരുപോലെ തന്നെയാണ്. രണ്ടിലൊരാൾ വഴിതെറ്റി പോകുന്നത് കണ്ടാൽ എനിക്ക് സഹിക്കുവോ? വക്കീലെ, മോഹനേഷ് സാറ് നമ്മൾ വിചാരിക്കുന്നത് പോലെ അത്ര പാവൊന്നും അല്ല. വക്കീലൊന്ന് ശ്രദ്ധിച്ചില്ലെങ്കിൽ സാറ് കൈവിട്ട് പോവും. പോയിട്ട് പിന്നെ പറഞ്ഞിട്ട് കാര്യമല്ലേ? അയ്യോ,
ഉത്തമനല്ല സാക്ഷാൽ ബ്രഹ്മാവ് പറഞ്ഞാലും ഈ കഥയൊന്നും ഞാൻ വിശ്വസിക്കാൻ പോണില്ല. എന്റെ മോഹനേട്ടനെ എനിക്കറിയാം. മാന്യമായി ജീവിക്കുന്ന ഒരാളെ പറ്റി ഇല്ലാത്തവർ പറഞ്ഞുണ്ടാക്കുന്നു. ദേ, മേലിൽ മോഹനേട്ടനെ പറ്റി ഇങ്ങനെ എന്തെങ്കിലും ഉത്തമൻ ആരോടെങ്കിലും പറഞ്ഞു എന്ന് ഞാൻ അറിഞ്ഞ കൊന്നളഞ്ഞ്. ഓഹോ, അതുകൊള്ള ഇപ്പൊ തെറ്റാറ് ഞാനായല്ലേ? എന്റെ പൊന്നു വക്കീലെ, ഇതൊന്നും ഞാൻ എന്റെ കയ്യിൽ നിന്നിട്ട് പറഞ്ഞല്ല. പിന്നെ ഇങ്ങനെയൊക്കെ പറഞ്ഞ് വക്കീലിനെ കൊണ്ട് സാറിനെ ചീത്ത വിളിപ്പിച്ച പ്രകാശന്റെ വരുമാന സർട്ടിഫിക്കറ്റ് ശരിയാക്കി തരാന്ന് പറഞ്ഞ് മോഹനേട്ടൻ സാറ് തന്നെയാണ് എന്നെ ഇങ്ങോട്ട് പറഞ്ഞു വിട്ടത്. സത്യം. ഇനി ഒന്നും എന്റെ അടുത്ത് ചോദിക്കരുത്. നിങ്ങൾ ഭാര്യയും ഭർത്താവും കൂടെ ആളെ കൊല്ലാൻ ഇറങ്ങിയിരിക്കുകയാണെന്ന് എനിക്ക് ഇപ്പോഴല്ലേ മനസ്സിലായത്. കൊള്ളാല്ല രണ്ടെണ്ണം. നോക്കിയോ, എവിടെ തള്ളിക്കൊണ്ട് പോണേ അവിടെ നിന്ന്. ഈ നിൽക്കുന്ന മോനയുടെ സാറാണ് എന്നെ കൊണ്ട് എല്ലാം ചെയ്യിച്ചത്. ഇനി എന്തെങ്കിലും ചോദിക്കാനുണ്ടെങ്കിൽ ഇങ്ങോട്ട് ചോദിച്ചാ മതി. എന്റെ സാറ് മേലിൽ ഇനി സാറ് ചാവാൻ കിടക്കുന്നു വായുകുളിയെ വാങ്ങാൻ വേണ്ടി എന്ന് പറഞ്ഞാൽ പോലും ഞാൻ ഇനി വരൂല. നോക്കിയോ, ജീവിതത്തിൽ ആദ്യമായിട്ടാണ് ഇങ്ങനെ കിളി പറന്ന ഒരു അടി എനിക്ക് കിട്ടുന്നത്. അയ്യോ സാറേ, സത്യം പറ സാറേ, വക്കീല് കരയട്ടാണല്ലേ? എനിക്ക് അറിഞ്ഞൂടാ. സാറിനും കിട്ടിയിട്ടുണ്ടാവും ഇമാതിരി അടി. ഇനിയെല്ലാം നിങ്ങൾ അച്ഛയും നായരും തമ്മിൽ അയക്കാം. ഞാൻ പോവേണേ സാറേ, അറിയില്ല അങ്ങോട്ട്. മോഹനേട്ടൻ എന്തിങ്ങ് വന്നേ? എന്താ ഇങ്ങോട്ടൊന്ന് വരാൻ. അകത്തേക്ക് വന്നാൽ നാട്ടുകാര് കാണാതെ തീർക്കാം. എന്ത്? ഞാൻ അങ്ങോട്ട് വരണോ? എങ്കി വാ. ഈശ്വര, നാണക്കേടായി. സാറിന്റെ തലയ്ക്കകത്ത് എന്തെങ്കിലും കുഴപ്പമുണ്ടോ? അല്ല, എനിക്ക് അറിയാൻ മേലത്തോട് ചോദിക്കുക. ഭാര്യയുമായി ഒരു പന്തയം വെച്ചിട്ട് അത് ജയിക്കാനായി അവനവനെ പറ്റി ഇങ്ങനെ വൃത്തിയോടെ പറഞ്ഞുണ്ടാക്കാന്നൊക്കെ വെച്ചാ അതിപ്പോ എന്തെങ്കിലും കള്ളത്തരം പറയാൻ ഉത്തമനോട് പറഞ്ഞോളൂ നേരാ. പക്ഷെ ഇത്രയും വൃത്തിയൊന്നും പറയാൻ ഞാൻ പറഞ്ഞില്ല. ഉത്തമമെന്ന് പറഞ്ഞതൊക്കെ ഞാൻ വിശ്വസിച്ചാലുള്ള ആവശ്യം മോഹനേട്ടൻ ആലോചിച്ച് നോക്കി. വിശ്വസിച്ചാൽ നീ ദേഷ്യപ്പെടുമല്ലോ. നീ ദേഷ്യപ്പെടുമ്പോ ഞാൻ പന്തയം ജയിക്കും. അപ്പൊ സത്യം പറയും. ആ സത്യം ഞാൻ വിശ്വസിച്ചില്ലെങ്കിലോ? മോഹനേട്ടാ, ഭാര്യയും ഭർത്താവും തമ്മിൽ വഴക്കുണ്ടാക്കാനും അവിശ്വാസം ഉണ്ടാകാനും ഒക്കെ ഒരു നിമിഷം മതി. സാധാരണ നാട്ടുകാരാണ് ഇത്തരം കുത്തിത്തിരിപ്പുകൾ കാണിക്കുന്നത്. ഇതിപ്പോ മോഹനേട്ടൻ തന്നെ നേരിട്ട് കാണിക്കാന്നൊക്കെ പറഞ്ഞ ഞാൻ സത്യം പറയുമ്പോ നിന്റെ തെറ്റിദ്ധാരണ മാറുമെന്ന് എനിക്കറിയാലോ. ശരി, മോഹനേട്ടൻ സത്യം പറയുമ്പോ എന്റെ തെറ്റിദ്ധാരണ മാറിയും തന്നെ ഇരിക്കട്ടെ. അത് വൈകിട്ടല്ലേ സംഭവിക്കുള്ളൂ. അതെ. ഉത്തമം പോയ ഉടനെ സംഭവം സത്യമാണോ എന്നറിയാൻ ഞാൻ പുഷ്കരന്റെ അടുത്ത് പോയി ചോദിച്ചിരുന്നെങ്കിലോ? ഇങ്ങനൊരു പ്രശ്നം ഉണ്ടെന്ന് സൂചന കിട്ടിയിട്ടുണ്ടെങ്കിൽ പുഷ്കരൻ അത് കാണുന്നവരോടൊക്കെ പറയില്ലേ മോഹനേട്ടാ? പിന്നെ മോഹനേട്ടൻ എങ്ങനെ തല ഉയർത്തി പിടിച്ച് നടക്കും? മോഹനേട്ടന്റെ കാര്യം പോട്ടെ, ഈ വേണ്ടാദിനം കാണിച്ചുകൊണ്ടാണെന്ന് നമുക്ക് കരുതാം. സ്വയം പ്രഭയുടെ കാര്യോ? ഒരു തെറ്റും ചെയ്യാത്ത ആ പെങ്കുച്ച നാട്ടുകാരുടെ മുന്നിൽ മോശക്കാരിയായി പോയില്ലായിരുന്നു. കൈവിട്ട കളിയായി പോയല്ലേ? ആയി. ഉത്തമൻ പറഞ്ഞത് എന്നോടായതുകൊണ്ട് രക്ഷപ്പെട്ടു. സത്യം പറഞ്ഞാൽ നിന്നെ പോലൊരു ഭാര്യയുള്ളത് എന്റെ ഭാഗ്യ. നിനക്കെന്നെ അത്ര വിശ്വാസാണല്ലേ? ഇതുവരെ എനിക്ക് മോഹനേട്ടനെ ദൈവത്തിനെക്കാട്ടിലും വിശ്വാസമായിരുന്നു. പക്ഷെ കയ്യിലിരിപ്പ് ഇതാണെങ്കിൽ വിശ്വാസമെല്ലാം പോകും. കയ്യിരിപ്പ് മാറ്റി. 5 സാരി ഇപ്പൊ കിട്ടും. സാരിയോ? എന്തിന്? Yes. പന്തയത്തിൽ നീ തോറ്റല്ലോ.
നീ ദേഷ്യപ്പെടുക മാത്രമല്ല ഉത്തമൻ തല്ലുകയും ചെയ്തു. പന്തയം അങ്ങനെ ആയിരുന്നില്ലല്ലോ. ഞാൻ മോഹനേട്ടനോട് ദേഷ്യപ്പെടില്ല എന്ന് മാത്രമേ പറഞ്ഞിട്ടുള്ളൂ. മോഹനേട്ടനോട് ഞാൻ ഇപ്പോഴും ദേഷ്യപ്പെട്ടിട്ടില്ലല്ലോ. അത് പിന്നെ എങ്ങനെ ശരിയാവും? അതേ ശരിയാവുകയുള്ളൂ. 5 സാരി എപ്പോ കിട്ടും പറ. ഒരു സാരി ആണെങ്കിൽ 2 3. ഈ കാര്യത്തിൽ ഒരു ഒത്തുതീർപ്പ് പോലും ഇല്ല. 5 സാരി എനിക്ക് കിട്ടിയേ പറ്റൂ. വാങ്ങി തരാം. നല്ല കുട്ടി. ഭാര്യയ്ക്ക് 1 2 ചിലപ്പോൾ 5 സാരി വാങ്ങിക്കൊടുത്താൽ തീരാമായിരുന്നൊരു പ്രശ്നമാണ് അതിബുദ്ധി കാണിച്ച് മോഹനകൃഷ്ണൻ വഷളാക്കിയത്. എന്തായാലും പന്തയം തോറ്റ വില്ലേജ് ഓഫീസർ ഇതുകൊണ്ട് പഠിക്കും എന്ന് പ്രതീക്ഷിച്ച് ഇന്നത്തേക്ക് വിടാം. കാര്യം നിസാരം തുടരുന്നു.